കഥ പറയാം. കാലാകാലങ്ങളായി അന്ധവിശ്വാസത്തിന്റെയും അനാചാരങ്ങളുടെയും അടിമത്തത്തിൽ പെട്ടുപോയ കുറെ മനുഷ്യരുടെ കഥ. വഴിയിലിറങ്ങി നടക്കാൻ അവകാശമില്ലാത്ത കുറെ ആണുങ്ങളും സ്വന്തം മാറുമറയ്ക്കാൻ അവകാശമില്ലാത്ത കുറെ പെണ്ണുങ്ങളുടെയും കഥ. നമ്മുടെ കഥ. തലമുറകളായി കൂട്ടർ തമ്പ്രാക്കന്മാർക്ക് വേണ്ടി കൃഷിഭൂമി ഇറക്കി ചൂടും വെയിലുമേറ്റ് അവര് കരുവാളിച്ച് എല്ലുമുറുങ്ങി പണിയെടുത്ത മനുഷ്യക്കോലങ്ങൾ ജാതിയുടെ പേരിൽ അടിവാങ്ങി തൊട്ടുകൂടാത്തവരായി പുഴുക്കളെപ്പോലെ ഇവിടെ ജീവിച്ച് മരിക്കുന്നു. ഇല്ലത്തെ തിരുമേനിയോടും അന്തർജനത്തോടും ഇതുപോലെ ധിക്കാരം കാട്ടാൻ ഇനി ആരും മുതിരരുത്. ഈ മുരടിച്ചുപോയ അനാചാരങ്ങളെ മൂടോടെ തകർക്കാൻ കഴിയുന്ന ഒരു മഹാപ്രളയത്തിന്റെ ശക്തിയുണ്ട്. യോഗസിദ്ധി നേടി കൈലാസമിറങ്ങി വരുന്ന മഹായോഗിയുടെ കണ്ണീരിന് ആ യോഗി കൊടുങ്കാറ്റിന്റെ വേഗത്തിൽ വന്ന് തലകീഴായി മറിക്കും ഈ ദുരാചാരങ്ങളെ. പുലിയും പാമ്പും കാവൽ നിൽക്കുന്ന ആ ഗുഹാമുഖത്തു നിന്നും മഹാഗുരു എഴുന്നള്ളുന്നു. 1000 വർഷങ്ങളായി കണ്ണീരിൽ മുങ്ങി മരിച്ച ഏഴകളുടെ രക്ഷകനായി, കാലത്തെയും ചരിത്രത്തെയും മാറ്റിമറിക്കാനുള്ള ആദിയോഗിയായ പശുപതിയുടെ ഇച്ഛയായി. ായി മൊഴിഞ്ഞു വന്നിടുന്നു സർവവ്യാപിയ മഹാഗുരു. ആശയങ്ങളാഴികൾക്ക് തുല്യമായി പറഞ്ഞു തന്ന ജ്ഞാനദായ അധർമ്മത്തെ കത്തിക്കരിക്കുന്ന അറിവിന്റെ 1000 സൂര്യ തേജസ്സായി ഗുരു വരുന്നു. മഹാഗുരു മഹാഗുരു പുഴുവും എലിയും പുലിയും മത്സ്യവും മനുഷ്യനും ആ വരവിനായി കാത്തിരിക്കുന്നു. നക്ഷത്രങ്ങളും ജ്യോതിർഗോളങ്ങളും ദേവാദിദേവകളും ആ യോഗിയെ നമിക്കുന്നു. അനാചാരങ്ങളുടെ അഗാധഗർത്തത്തിൽ നിന്ന്, അജ്ഞാനത്തിന്റെ കൊടുമുടിയിൽ നിന്ന് മനുഷ്യരാശിയെ രക്ഷിക്കാൻ ഗുരു വരുന്നു. ഗുരു വരുന്നു. മഹാഗുരു വരുന്നു. മഹാഗുരു 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 മഹാഗുരു. ജീവിതങ്ങളിൽ സൂര്യശോഭയായി മഹാഗുരു, കഠിനമായ വേദസാരമന്ത്രമാകവേ സരളമാക്കി മഹാഗുരു. ജാതി ചിന്തകൾ ദൂരെ മാറ്റിയ കർമ്മധീരന മഹാഗുരു. സ്നേഹസാന്ദ്രമാം ഭാഷണങ്ങളാൽ ശാന്തിക്ക് ശ്രീ മഹാഗുരു. നിരന്തരം നിരാമയൻ നീയേ. മഹാഗുരു 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 മഹാഗുരു.
വേദദ്വേഷമുക്തം പ്രഭാവം ഭൂവിൽ വന്ന കരുണാപ്രഭാതം ഭാവിക്കൂർജമാകുന്നതും ശിവഭാവം മന്ത്രമാകുന്നതും നീ സർവലോകർക്കും അഭിമതഭാവം കൊണ്ട് സൗരഭ്രമം വേദദ്വേഷമുക്തം പ്രഭാവം ഭൂവിൽ വന്ന കരുണാപ്രഭാതം ഭാവിക്കൂർജമാകുന്നതും ശിവഭാവം മന്ത്രമാകുന്നതും നീ എങ്ങും ദേവരൂപം തിരഞ്ഞും എല്ലാം ഒന്ന് കണ്ണെന്നറിഞ്ഞും ഹൃദയസ്പന്ദമാകുന്ന ദേവാ സത്യം ജ്ഞാനമാനന്ദമെല്ലാം ദൈവം തന്നെ എന്നുള്ള മന്ത്രം നമ്മിൽ ചേർത്തൊരാത്മസ്വരൂപ അങ്കേ സ്വാമി വേദദ്വേഷമുക്തം പ്രഭാവം ഹൃദയസ്പന്ദമാകുന്ന ദേവാ സത്യം ജ്ഞാനമാനന്ദമെല്ലാം ദൈവം തന്നെ എന്നുള്ള മന്ത്രം എന്താ ആകെ ഒരു മേളമാണല്ലോ. സ്വാമിയെ എതിരേക്കാൻ വന്നതാ. നമ്മയോ? എന്തിന്? നാടാകെ ഇളകിയിരിക്കുന്നു. എല്ലാവർക്കും സ്വാമിയെ പറ്റിയേ പറയാനുള്ളൂ. ഇതെല്ലാം എന്തിന്? എനിക്ക് ആവശ്യമില്ല. ദേവദർശനം കിടച്ച സിത്തൻ അത് ഏങ്കൽക്ക് കടവുൾ മാതിരി. നാം വെറും പഥികൻ. ഋഷീശ്വരന്മാർ തേടിയ ഈശ്വരനെ അന്വേഷിച്ചിറങ്ങിയ സാധു. അന്ത ദാസപ്പനും ഭാര്യയും ചൊല്ലിയാച്ച് പുലിയും പാമ്പും കാവല് നിന്ന താപസനെ പറ്റി. അവിടുത്തെ പേരും പെരുമയും എമ്പാടും പരന്നിരിക്കണം. ഞങ്ങൾ അനുഗ്രഹിക്കണം സ്വാമി. നാം ഒന്നും അറിയുന്നില്ല, ചിന്തിക്കുന്നില്ല, ഈശ്വരമാർഗം അല്ലാതെ. അതെപ്പോഴും അങ്ങനെയാ. ഇലവുമരത്തിനറിയോ അതിന്റെ പഞ്ഞി കാറ്റത്ത് നാലുപാടും പോണത്? സ്വാമി വരണം ഞങ്ങൾക്കൊപ്പം. എവിടെയെല്ലാം തേടി അലഞ്ഞു. ചിലരൊക്കെ മല കയറി മുകളിലേക്ക് വരാൻ നോക്കി. പക്ഷെ പുലിയുണ്ടെന്നറിഞ്ഞപ്പോ മടങ്ങിയതാ. മരുന്നുമലയിലെ കാറ്റ് പോലും ഔഷധമല്ലേ? ശുചീന്ദ്രത്തിപ്പ വലിയ ആൾക്കൂട്ടം കാണും. സ്വാമി ദർശനത്തിന് കാത്തിരിക്ക. നിങ്ങളുടെ സ്നേഹം നാം അറിയുന്നു, ഉൾക്കൊള്ളുന്നു. ഒറ്റയ്ക്ക് നടക്കാനാണ് നമുക്ക് ആഗ്രഹം. ഒരിടത്തും സ്ഥിരമായി തങ്ങാതെ നാടോടികളെ പോലെ സ്വൈരമായി നടക്കണം. സ്വാമിയെ കണ്ടാലറിയാം. ദേവതുല്യമായ പുഞ്ചിരി, നോട്ടം. സ്വാമി ഞങ്ങളെ വിഷമിപ്പിക്കരുത്. സ്വാമിയെ കൂടാതെ മടങ്ങിയ അവരെല്ലാം ഞങ്ങളെ കളിയാക്കും. ഞങ്ങള് പോയിരുന്നെങ്കിൽ സ്വാമി ഉറപ്പായും വരുവായിരുന്നെന്നും വീമ്പിളക്കും. അത് സഹിക്കാനാവില്ല സ്വാമി. ആരെയും നിരാശപ്പെടുത്തുന്നത് നമുക്കിഷ്ടമല്ല. നിങ്ങൾ പൊയ്ക്കോളൂ, നാം പിന്നാലെ വരാം. എല്ലാവർക്കും നല്ല ഹൃദയമാ ദൈവം നൽകിയത്. അറിവുകൊണ്ട് കരിയും ചെളിയും തുടച്ചെടുത്താ മതി. ഓ സ്വാമി ഞങ്ങളെ നയിക്കണം. ഞങ്ങൾ പിന്നാലെ കൂടാം. അത് മതി. നിങ്ങളുടെ വഴിയും അറിയണമല്ലോ. എന്തായാലും നിങ്ങൾ നമ്മെ വിടുന്നില്ല, അപ്പോ നാമും നിങ്ങളെ വിടുന്നില്ല. ശിവഭാവം മന്ത്രമാകുന്നതും നീ എങ്ങും ദേവരൂപം തിരഞ്ഞും എല്ലാം ഒന്ന് കണ്ണെന്നറിഞ്ഞും ഹൃദയസ്പന്ദമാകുന്ന ദേവാ സത്യം ജ്ഞാനമാനന്ദമെല്ലാം ദൈവം തന്നെ എന്നുള്ള മന്ത്രം നമ്മിൽ ചേർത്തൊരാത്മസ്വരൂപ വേദദ്വേഷമുക്തം പ്രഭാവം ഭൂവിൽ വന്ന കരുണാപ്രഭാതം ഭാവിക്കൂർജമാകുന്നതും ശിവഭാവം മന്ത്രമാകുന്നതും നീ
ദേ ഈ മരത്തിനകത്തൊരാള്. ആ ഒരാഴ്ചയിലേറെ ഒറ്റ ഇരിപ്പ, കുളിയും ജപവും ഒന്നുമില്ല. ഇയാൾക്ക് വിശപ്പുണ്ടാവുമൊന്നുമില്ലേ? ആ സിംഹത്തിനെ പോലെ ആഴ്ചയിൽ ഒരിക്കലായിരിക്കും മൂക്കൂട്ട തിന്നണത്. ഞാൻ ഏത് ദുഃഖവും സഹിക്കും, പക്ഷെ വിശപ്പ് സഹിക്കാൻ പറ്റൂല. വല്ലതും സമയാസമയം തിന്ന് പൂണ്ട് കിടന്നുറങ്ങണം. പൃഷ്ഠത്തിൽ വെയിലടിക്കുമ്പോഴേ ഹോ, അതിന്റെ ഒരു സുഖം വേറെയാ. കണ്ണു അടച്ച് വയറും കുടലും വലിഞ്ഞ് ആയുസ് കളയാൻ ഇതുപോലെ കുറെ സാമി വേഷക്കാര്. പിന്നല്ലാതെ കരിമൂർക്കന്മാരുടെ കേന്ദ്ര രാത്രിയായ പിടിച്ചുപറിക്കാരും ഉണ്ട്. കണ്ണടച്ചിരിക്കുകയല്ലേ, ഒന്നും അറിയണില്ലായിരിക്കും. വീട്ടിലാരും കാണൂല, അതോ സഹി ഇട്ട് പിണങ്ങി പോണത്. ഒരു സുഖം അറിയാതെ ജീവിച്ചിട്ട് വല്ല കാര്യമുണ്ട്? എനിക്ക് അന്തിയായ 2 കുടം പനങ്കള്ളം മോന്തണം, പിന്നെ കാണുന്നതൊക്കെ സ്വർഗമാ. എനിക്ക് കള്ളിനേക്കാൾ ഇഷ്ടം പെണ്ണിന്റെ ഗന്ധമാ. അതിനിടയ്ക്കിടയ്ക്ക് തല്ലും വാങ്ങാറുണ്ടല്ലേ? അത് കഷായം തരാനും കീഴാനും കെട്ടിയോളുള്ളപ്പോ പിന്നെന്താ കുഴപ്പം? അത് പാവമല്ലേ, താലി കെട്ടിയ പെണ്ണിനെ വഞ്ചിക്കണത്. പാവം പോലും. നീ എത്ര ശുദ്ധനോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്. കുടിച്ചു കൂത്താടി നടക്കല്ലേ. നിന്റെ കെട്ടിയോടെ പൊറുതിയൊക്കെ അറിയാം. നാട്ടുകാര് പലതും പറയണുണ്ട്. വീട്ടിയിരിക്കണ പെണ്ണുങ്ങളെ പറ്റി പറഞ്ഞാ എന്റെ നിറം മാറും പറഞ്ഞേക്കാം. എന്തിന് കണ്ണുരുട്ടി പേടിപ്പിക്കണ്? എല്ലാരെയും നിറം മാറും. എന്റെ അരയിരിക്കണ കത്തിക്ക് പണിയുണ്ടാക്കല്ലേ. കത്തിയെന്ന് കേട്ടാ പിള്ളേര് പേടിക്കും. ഓ, എന്റെ മടിയിലൂരിപ്പുണ്ട് ചങ്ക് വളർക്കണ വേലപ്പൻ. കണ്ണു പറഞ്ഞു. ഇയാള് വല്ലതും കേട്ടോ? അല്ല, ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റും ഉണ്ടോ? കണ്ടിട്ടൊരു സാമി ലക്ഷണം. ബോധമുള്ള ആളാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടോന്ന് പറ. പറഞ്ഞതിലൊന്നും തെറ്റില്ല. തെറ്റ് പറ്റിയത് കർമ്മത്തില്. കർമ്മത്തിലോ? ഇയാൾ എന്തോന്ന് പൊലമ്പണത്? നേരെ ചെവ്വേ പറ. നിങ്ങൾ രണ്ടാളും നല്ലവരാ, ശുദ്ധാത്മാക്കൾ. ഉള്ളതുപോലെ പറയും. അതെങ്ങനെ മനസ്സിലായി? താഴെ കിടക്കുന്ന വെള്ളത്തിൽ നോക്കിയ മുകളിലുള്ള ആകാശം കാണാൻ പറ്റില്ലേ? അത് ശരിയാ, കാണാൻ പറ്റും. മഴ വരുന്നത് കാർമേഘം നോക്കി പറയാൻ പറ്റില്ലേ? പറ്റും, തീർച്ചയായും പറ്റും. വിചാരിച്ച പോലല്ല, വലിയ അറിവുള്ള ആളാ. അങ്ങ് സിദ്ധനോ അതോ സ്വാമിയോ? രണ്ടുമല്ല, നിങ്ങളെപ്പോലൊരു മനുഷ്യൻ, സാധാരണ മനുഷ്യൻ. ഇത്രയും കാര്യങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഞങ്ങൾക്ക് പിഴച്ചത് എവിടെയാണ് സ്വാമി? കള്ളിമുള്ളു വെട്ടിമാറ്റി അവിടെ പിച്ചിയും മുല്ലയും നട്ടാൽ എങ്ങനെയിരിക്കും? നിറയെ പൂക്കളായിരിക്കും. മിറ്റത്തെല്ലാം മണമായിരിക്കും. ജീവിതവും ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ചെയ്യുന്ന കർമ്മങ്ങൾ മുള്ളാണെന്നറിഞ്ഞാൽ മാത്രം മതി. അത് ബോധ്യമായി സ്വാമി. ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം? നിങ്ങൾക്ക് പറ്റിയത് കച്ചവടമാണ്, അതിൽ ശോഭിക്കും. കച്ചവടമോ? ഞങ്ങൾക്ക് ഒരു പിടിയില്ലാത്ത കാര്യമാണ്. നിങ്ങളുടെ മുഖത്തും ഭാവിയിലും നാം അങ്ങനെ കാണുന്നു. ഒരാൾ പൂക്കച്ചവടം, മറ്റേയാൾ അരിയും സാധനങ്ങളും. ഒരാഴ്ചയ്ക്കുള്ളിൽ അതിനുള്ള പണം കയ്യിൽ വരും. ഞങ്ങളെ അനുഗ്രഹിക്കണം സ്വാമി. സ്വാമി, ഈ ആൽത്തറ ഞങ്ങൾക്ക് വഴികാട്ടിയായി. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, കച്ചവടം തുടങ്ങിയാൽ പിന്നെ വിശ്രമിക്കാൻ സമയമുണ്ടാവില്ല. സ്വാമി എങ്ങോട്ടാണ്? ഞങ്ങളും കൂടെ പോരട്ടെ. നമ്മുടെ വഴി നിങ്ങൾക്ക് ചേരില്ല. ദേശാടനമാണ് നമ്മുടെ ശീലം, ദിനചര്യയെന്നും പറയാം. ഇനി സ്വാമിയെ കാണാൻ നാം ഇവിടെയൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ വഴി തെളിയുമ്പോൾ അവിടെയും നാം ഉണ്ടാവും. കയ്യിലൊന്നുമില്ല ദക്ഷിണ തരാൻ പോലും. ഞങ്ങളുടെ കണ്ണ് തെളിയിച്ചു തന്നതിന് എന്ത് തന്നാലാ മതിയാവുക? നാം ഒന്നും വാങ്ങാറില്ല, കൊടുക്കാനാണ് ഇഷ്ടം. പിന്നെ കൈ നിറയെ കാശ് വരുമ്പോൾ മനസ്സറിഞ്ഞ് പാവങ്ങളെ സഹായിക്കുക. അന്യജീവന് ഉതകുന്നത് തന്നെയാണ് ആത്മസുഖം. എപ്പോഴും ആ അറിവുണ്ടായാൽ മതി. ब्रह्मणे मूर्तिमते श्रीतानां शुद्धिहेतवे नारायण यतीन्द्राय तस्मै श्रीगुरवे नमः। नमो भगवते नित्याय शुद्धमुक्तमहात्मने नारायण यतीन्द्राय तस्मै श्रीगुरवे नमः।
मूर्तिमते श्रीतानां शुद्धिहेतवे नारायण यतीन्द्राय तस्मै श्रीगुरवे नमः। नमो भगवते नित्याय शुद्धमुक्तमहात्मने नारायण यतीन्द्राय तस्मै श्रीगुरवे नमः। എല്ലാം ധ്യാനത്തിൽ കണ്ടു. പിള്ളത്തടം വിശേഷങ്ങൾ പിന്നെ കൊല്ലത്തമ്മയുടെ ശിഷ്യരിൽ നിന്നും കേട്ടറിഞ്ഞു. പരമ്പൊരുൾ തേടി അലയുന്നു, ദേശാടനത്തിന്റെ വെറിയും മഴയുവേറ്റ്. അവധൂതകാലം അജ്ഞാതവാസം പോലെ അതിലൂടെ അറിവിന്റെ ചന്ദ്രക്കല വളർന്ന് മുഴുതിങ്കളാകുന്നു. നാണുസ്വാമി പൂർണ്ണതയിലേക്കുള്ള യാത്രയിലാണ്. ദശാവതാരങ്ങൾ പോലെയല്ലേ, എത്ര രൂപങ്ങൾ, ഭാവങ്ങൾ. ജ്ഞാനപരീക്ഷകൾ കടന്നാലല്ലേ വിഷ്ണുപദം. നാണുസ്വാമി പരമപദത്തിന്റെ മലമുകളിലെത്താറായി. ഇനി 2 കാതേയുള്ളൂ ചിതാകാശം തൊടാൻ. ഇത് പഴമുതിർച്ചോലയിലെ ജ്ഞാനപ്പഴമോ നിഷ്കാമ തപസിന്റെ വേദാഗമ സാരമോ? നാണുസ്വാമിക്ക് നേദിക്കാൻ ഇതേ ഉള്ളൂ. വഴിയെല്ലാം അറിവാകട്ടെ, അറിവെല്ലാം വഴിയാകട്ടെ. യോഗിയമ്മയേക്കാൾ വലിയ സിദ്ധനാ? നാം വെറും ചാറ്റൽ മഴ, നാണുസ്വാമി ജ്ഞാനപ്പെരുമഴ. ദുരിതകൂപങ്ങളും വറ്റിവരണ്ട ക്ലേശ തടാകങ്ങളും നിറയ്ക്കുന്ന പരമാനന്ദ പെരുമഴ. ब्रह्मणे मूर्तिमते श्रीतानां शुद्धिहेतवे नारायण यतीन्द्राय तस्मै श्रीगुरवे नमः। नारायण यतीन्द्राय तस्मै श्रीगुरवे नमः।